ഖുർആൻ പഠന പരമ്പരയിലെ 60ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മക്ക സൂറത്തുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ അധ്യായങ്ങളിലും ഏതാണ്ട് ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് കണ്ടു. മാത്രമല്ല മക്കയിലെ അന്നത്തെ ആളുകൾ മുഹമ്മദിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കോ മുഹമ്മദിൻ്റെ നേരെ ഉയർത്തിയ വെല്ലുവിളികൾക്കോ ഒന്നും യുക്തിസഹമായ മറുവാദങ്ങളോ മറുപടികളോ പറയാൻ കഴിയാതെ കൊഞ്ഞനം കുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതുവരെയുള്ള എല്ലാ അധ്യായങ്ങളിലും നമ്മൾ കണ്ടത്. അതേ കാര്യങ്ങൾ തന്നെ ഇനിയും ഒരുപാട് അധ്യായങ്ങളിൽ ആവർത്തിക്കുകയാണ്. മക്കയിൽ മുഹമ്മദിൻ്റെ ദൗത്യം ഏതാണ്ട് 100% പരാജയപ്പെട്ടു എന്ന് ബോധ്യമായതിന് ശേഷം മുഹമ്മദ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന അർത്ഥശൂന്യമായ കാര്യങ്ങളും സംസ്കാരശൂന്യമായ വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത അധ്യായം 56ാമത്തെ സൂറത്തുൽ വാഖിയ. 96 വാക്യങ്ങളുള്ള ഈ അധ്യായവും മക്കയിൽ അവതരിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ അധ്യായത്തിലെ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ വാക്യങ്ങളുടെ സന്ദർഭ വിവരണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് മക്കയിൽ ഒരു പ്രത്യേക കാലത്ത് അവതരിപ്പിച്ച വാക്യങ്ങൾ മാത്രമല്ല, മക്കയിൽ തന്നെ പല കാലത്തായിട്ടും മദീനയിൽ ആദ്യകാലത്തും ഒക്കെ അവതരിപ്പിച്ച വാക്യങ്ങൾ പരസ്പരം ഇടകലർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഖുർആനിൽ മിക്ക അധ്യായങ്ങളിലും കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. മക്കയിൽ ആദ്യകാലത്ത് ഇറങ്ങിയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊരു സൂറത്തിനെ എടുത്ത് ഉദ്ധരിക്കാൻ കഴിയില്ല. കാരണം ഒന്നിൻ്റെയും ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലമൊന്നും കൃത്യമായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. 96 വാക്യങ്ങളുള്ള സൂറത്തുൽ വാഖിയ അതിൻ്റെ സന്ദർഭ വിവരണം നൽകുന്ന തഫ്സീറായിട്ടുള്ള അസ്ബാബുൽ നുസൂൽ എന്ന വാഹിദി തഫ്സീർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് 2-3 ആയത്തുകൾക്ക് മാത്രമാണ് സന്ദർഭ വിവരണം എന്ന രീതിയിൽ വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാ വാക്യങ്ങളും നോ തഫ്സീർ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനർത്ഥം ഈ 96 വാക്യങ്ങളിൽ ആകെ 2-3 വാക്യങ്ങൾ അവതരിപ്പിച്ച പശ്ചാത്തലം മാത്രമേ, ഈ അവതരണ പശ്ചാത്തലം മാത്രം ക്രോഡീകരിച്ചുണ്ടാക്കിയ തഫ്സീറുകാരന് പോലും ലഭിച്ചിട്ടുള്ളൂ എന്നാണ്. ഇതാണ് ഖുർആൻ്റെ ഒരു പൊതു അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഖുർആനിൽ ഏകദേശ ക്രമം പാലിച്ചുകൊണ്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കൃത്യമായി ചരിത്രത്തോടൊപ്പം ഈ ഖുർആനിലൂടെ സഞ്ചരിക്കുക അസാധ്യമാണ്. എന്തായാലും ഞാൻ ഈ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ അധ്യായത്തിലും പതിവ് പോലെ ഈ മക്കയിൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ എല്ലാം കൂടെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറം പുതുതായിട്ട് കാര്യമായി ഒന്നുമില്ല. മക്ക സൂക്തങ്ങൾക്ക് നമ്മൾ ആദ്യകാലത്ത് കണ്ട ഒരു സവിശേഷത, അത് കാവ്യാത്മകമായി അല്പം നിലവാരമുള്ളതാണ്. കാരണം പാടാനും ഓതാനും ഒക്കെ പറ്റുന്ന ചെറിയ ചെറിയ വാക്യങ്ങൾ അക്ഷരപ്രാസം ഒപ്പിച്ച് ഏറെക്കുറെ പാരായണ ഭംഗിയുള്ള വാക്യങ്ങളായിട്ടാണ് ചെറിയ ചെറിയ അധ്യായങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ 96 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിലും തുടക്കത്തിൽ കുറേ വാക്യങ്ങൾ അത്തരത്തിലുള്ള ചെറിയ വാക്യങ്ങളാണ്. അതിന് ചില പാരായണ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ പാരായണ ഭംഗിയുള്ള ഖുർആൻ വാക്യങ്ങളുടെ ആശയപരമായ സവിശേഷത നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആശയ വ്യക്തതയില്ലായ്മ, ആശയ പൂർണ്ണതയില്ലായ്മ, ആശയം തന്നെ ഇല്ലായ്മ, അർത്ഥമില്ലായ്മ, ഇതെല്ലാം ഇത്തരം സൂറത്തുകളിൽ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ കഴിയും. ഇവിടെയും അതുപോലെ കുറേ ചെറിയ വാക്യങ്ങളിൽ തുടങ്ങുന്നു. പക്ഷേ ആശയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ ഖുർആൻ വായിച്ചാൽ ആർക്കും ഒരു പിടിയും കിട്ടില്ല. പിന്നെ അർത്ഥമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാതാക്കൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് അവരുടെ വക വാചകങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ആശയം പറഞ്ഞു തരുന്നത്. ഇതാണ് ഖുർആൻ്റെ ഒരു സവിശേഷതയായിട്ട് കാണുന്നത്. ഇവിടെ നമ്മൾ ഖുർആൻ്റെ അമാനുഷികതയും ദൈവികതയും ഒക്കെ അവകാശപ്പെട്ട് വരുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ സർവജ്ഞാനിയായ ഒരു ദൈവത്തിന് തൻ്റെ ആശയങ്ങളെ കാവ്യരൂപത്തിൽ പാരായണ ഭംഗിയോടുകൂടി മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഒരധ്യായത്തിലെങ്കിലും ഒരു പ്രാസം ഒപ്പിച്ചുകൊണ്ട്, ഒരു ഭംഗി ഒപ്പിച്ചുകൊണ്ട് ആശയവ്യക്തതയോടുകൂടി പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഖുർആൻ എന്ത് അമാനുഷികതയാണ് അവകാശപ്പെടാനുള്ളത്?
ഇവിടെ രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസ കഥകളെയൊക്കെ ഒരേ വൃത്തത്തിൽ പൂർണ്ണമായും കാവ്യമായി ആവിഷ്കരിച്ച കവികൾ നമുക്കുണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛനെ പോലുള്ള കവികൾ. അവർ മനുഷ്യരായിരുന്നു, അവരൊന്നും ദൈവികത അവകാശപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യന് സാധ്യമാകുന്ന കാര്യമാണ് പൂർണ്ണമായ ആശയ വ്യക്തതയോടുകൂടി കവിതാ രൂപത്തിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ള കഴിവ്. ഇവിടെ മുഹമ്മദ് എന്ന കവിക്ക് ആ ഒരു കാവ്യാവിഷ്കാരത്തിൻ്റെ സിദ്ധി പോലും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പ്രാസം വരുമ്പോൾ അർത്ഥമില്ലാതാവുന്നു, അർത്ഥം വരുമ്പോൾ പ്രാസമില്ലാതാവുന്നു എന്ന ഗതികേട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് ഈ അധ്യായത്തിൽ സൂറത്തുൽ വാഖിയ എന്ന അധ്യായത്തിൽ പറയുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. ഇദാ വഖഅത്തിൽ വാഖിയ, സംഭവം സംഭവിച്ചാൽ എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതിലെ വാഖിയ എന്ന വാക്കിന് സംഭവം, എന്തോ ഒരു മഹാസംഭവം എന്നാണ് അർത്ഥം. ആ വാക്കെടുത്തിട്ടാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. സംഭവം സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. എന്ത് സംഭവം, എവിടെ സംഭവിച്ചാൽ. ഇനി അടുത്ത വാക്യം, ലൈസ ലി വഖഅത്തിഹ കാദിബ, സംഭവ്യതയെ നിഷേധിക്കുന്ന ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സംഭവം സംഭവിച്ചാൽ സംഭവ്യതയെ നിഷേധിക്കുന്ന ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഖാഫിദത റാഫിയ, താഴ്ത്തുന്നതും ഉയർത്തുന്നതും. വല്ല പിടിയും കിട്ടുന്നുണ്ടോ നോക്കുക. ഇതാ റുജ്ജത്തിൽ അർളു റജ്ജ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുകയും വബുസത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കപ്പെടുകയും ഫകാനത്ത് ഹബാ അം മംബസ, അങ്ങനെ അത് പാറിപ്പറക്കുന്ന ധൂളിയായിത്തീരുകയും വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 തരക്കാരായിത്തീരുകയും. ഈ 7 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഖുർആൻ മാത്രം വായിച്ച് ഒരർത്ഥവും നമുക്ക് പിടികിട്ടില്ല. പിന്നെ ഇതിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ വേറെ എവിടെയൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പരിശോധിച്ചിട്ടും ഇതിൻ്റെ പശ്ചാത്തലം ഹദീസുകളിലും വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും പരിശോധിച്ചിട്ടും ബ്രാക്കറ്റ് ഇട്ട് ഇതിന് ഓരോ വരികൾക്കും അർത്ഥം നൽകിയാൽ മാത്രമേ ഇതെന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് വായനക്കാർക്ക് പിടികിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ അക്ഷരപ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള ചെറിയ വരികളാണെങ്കിലും ആശയവ്യക്തതയോ ആശയപൂർണ്ണതയോ തീരെ ഇല്ല എന്നർത്ഥം. ഇനി ഇതിൽ സംഭവം സംഭവിച്ചാൽ എന്ന് പറയുന്ന സംഭവം ഖിയാമത്ത് നാളാണ്, അതായത് ലോകാവസാനം സംഭവിക്കുന്ന ദിവസമാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും എന്നാണ് ഇതിലെ 3ാമത്തെ വാക്യം. എന്ത് താഴ്ത്തുന്നത് എന്ത് ഉയർത്തുന്നത് എന്നതിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്ന് വിചാരണ ചെയ്യപ്പെടുന്ന മനുഷ്യരെ കുറേ ആൾക്കാരെ തരം താഴ്ത്തും, അവരെ നരകത്തിലിടും, കുറേ ആൾക്കാരെ തരം ഉയർത്തും, അവരെ സ്വർഗത്തിലിടും. അതാണ് പോലും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതൊന്നും ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുകയും പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കപ്പെടുകയും അങ്ങനെ അത് പാറിപ്പറക്കുന്ന ധൂളിയായി തീരുകയും. ഇത് ഈ ലോകാവസാനം സംഭവിക്കുന്ന അതിഭീകരമായ സംഭവങ്ങളുടെ വിവരണമാണ്. ഇത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ഇത്തരം വിവരണങ്ങൾ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ അതിലുള്ള ഒരു യുക്തിരാഹിത്യം എന്താണെന്ന് വെച്ചാൽ, ഭൂമി ഈ ലോകം അവസാനിക്കുന്ന ദിവസം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഭീകരതയൊക്കെ അനുഭവപ്പെടുള്ളൂ. അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് 6-ാം നൂറ്റാണ്ടിലെ അറബികളെ ഇദ്ദേഹം പേടിപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനെ പേടിപ്പിക്കാനുള്ള കാരണം ഇദ്ദേഹം തന്നെ ഈ ലോകം ഇപ്പോൾ അവസാനിക്കും എന്ന് ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ഒരുപാട് ഹദീസുകളിൽ നിന്നും ഖുർആനിലെ ഇത്തരം വിവരണങ്ങളിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ചില അധ്യായങ്ങളിൽ നമ്മളത് പറഞ്ഞു. ഉടനെ അത് ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള ഹദീസിൽ, ബുഖാരിയിലും മറ്റും വന്നിട്ടുള്ള ഹദീസുകളിൽ ചെറുപ്പക്കാരായ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകം അവസാനിക്കും എന്ന് മുഹമ്മദ് വിശദീകരിച്ചതായിട്ട് വിവരണങ്ങളും കാണാം. അപ്പോൾ മുഹമ്മദ് ഒരു മഴക്കാറ് കണ്ടാൽ പോലും പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു എന്നൊക്കെ ആയിഷ പറയുന്ന ഹദീസുകളുണ്ട്. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ ഇതൊക്കെ ലോകാവസാനമാണോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നാണ്. അപ്പോൾ ലോകം ഇപ്പോൾ അവസാനിക്കും എന്ന് ഭയപ്പെട്ടിരുന്ന, ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ചിരുന്ന ഒരു വ്യക്തി ഈ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ ആളുകളെ പേടിപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിഭ്രാന്തിയുടെ ഭാഗമാണ്. അതല്ലാതെ യുക്തിസഹമായി ഇതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അറബികളോട് ലോകം അവസാനിക്കുന്ന ദിവസം ആകാശം പൊട്ടിപ്പൊളിയും, ഭൂമി ഇങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞ് പൊടിയാവും, അങ്ങനെയാവും ഇങ്ങനെയാവും, ഭീകരമായ ശബ്ദം കേൾക്കും, കാഹള ഊത്ത് കേൾക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം അവരാരും ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമല്ല അത്.
ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു കാലത്ത് സംഭവിക്കുമെങ്കിൽ തന്നെ ആ സംഭവിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഇതിൻ്റെ ഭീകരത അനുഭവിക്കേണ്ടി വരുള്ളൂ. അതും ഒരു ദൈവം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു പ്രത്യേക വിഭാഗം ആളുകളോട് മാത്രം അതിഭീകരമായിട്ടുള്ള ഒരു ശിക്ഷ ഈ ലോകത്ത് തന്നെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് നീതിയല്ലല്ലോ. എല്ലാവർക്കും തുല്യമായിട്ട് അനുഭവപ്പെടേണ്ട ഈ നീതിയും അനീതിയും ഒക്കെ ആ അർത്ഥത്തിലും ഇതൊരു അസംബന്ധമാണ് ഇത്തരം വിവരണങ്ങൾ. അങ്ങനെ പാറിപ്പറന്ന് ധൂളിയാകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ 3 തരക്കാരായി തീരുകയും എന്നാണ് 7ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആ 3 തരക്കാർ എന്താണെന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങളിൽ വരുന്നുണ്ട്. അവിടെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അടുത്ത വാക്യം ഫ അസ്ഹാബുൽ മൈമനത്തിമ അസ്ഹാബുൽ മൈമന എന്ന് വച്ചാൽ വലതുപക്ഷക്കാർ. എന്താണ് ഈ വലതുപക്ഷക്കാർ? വ അസ്ഹാബുൽ മഷ്അമതിമ അസ്ഹാബുൽ മഷ്അമ ഇടതുപക്ഷക്കാരും. എന്താണ് ഈ ഇടതുപക്ഷക്കാർ? വസ്സാബിഖൂന സാബിഖൂൻ മുന്നേറിയവർ തന്നെ. ഉലായിക്കൽ മുഖറബൂൻ അവരാകുന്നു സാമീപ്യം സിദ്ധിച്ചവർ. ഫീ ജന്നാത്തിൻ നഈം സുഖാനുഭൂതികളുടെ സ്വർഗത്തിൽ. സുല്ലത്തും മിനൽ അവ്വലീൻ പൂർവീകന്മാരിൽ നിന്ന് കുറേ പേർ. വ ഖലീലും മിനൽ ആഖിരീൻ പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചു പേർ. അലാ സുരൂറിൻ മൗലൂന മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിൽ ആയിരിക്കും അവർ. അപ്പോൾ ഈ ലോകാവസാനം കഴിഞ്ഞ് വിചാരണയും കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യരെ വിചാരണ ചെയ്ത് 2-3 കാറ്റഗറിയായി തിരിച്ചിട്ട് അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷയുടെയും കൂലിയുടെയും വിവരണങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. ഇവിടെ ഒരു കൂട്ടരെ വലതുപക്ഷക്കാർ എന്ന് വിളിക്കുന്നു, വേറൊരു കൂട്ടരെ ഇടതുപക്ഷക്കാർ എന്ന് വിളിക്കുന്നു. വലതുപക്ഷക്കാർ ഇടതുപക്ഷക്കാർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പൊളിറ്റിക്കലായിട്ട് പറയുന്ന വലതുപക്ഷവും ഇടതുപക്ഷവും അല്ല. ഇവിടെ വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ റെക്കോർഡ് വലത്തെ കയ്യിൽ കൊടുക്കും ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള വിജയിച്ച ആളുകൾക്ക്. അതുകൊണ്ടാണ് അവരെ വലതുപക്ഷക്കാർ എന്ന് വിളിക്കുന്നത്. വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തു കൂടെയാണ് അവരെ പറഞ്ഞേക്കുക. അങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്വർഗത്തിൽ പോകാനുള്ള ആളുകളെയാണ് വലതുപക്ഷക്കാർ എന്നിവിടെ വിളിക്കുന്നത്. ഇടതുപക്ഷക്കാരെന്ന് പറയുന്നത് ഈ വിചാരണ കഴിഞ്ഞിട്ട് കിതാബ് ഇടത്തെ കയ്യിൽ കൊടുക്കുന്നവർ, അവർ കൂടുതൽ തിന്മ ചെയ്തവരാണ്, അവർ നരകത്തേക്ക് പോകാനുള്ളവരാണ്. അവരെയാണ് ഇടതുപക്ഷം എന്ന് ഖുർആൻ വിളിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുന്നേറിയവർ തന്നെ. അസാബിഖൂന സാബിഖൂൻ. അപ്പോൾ പാടാൻ ഇമ്പമുള്ള ഒരു വരി ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കി എന്നല്ലാതെ ഒരർത്ഥവുമില്ല. മുന്നേറിയവർ തന്നെ അവരാകുന്നു സാമീപ്യം നൽകപ്പെട്ടവർ. അത് ഈ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാനുള്ളവരെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നും അതിലേറ്റവും മുന്തിയ A+ കിട്ടിയ കൂട്ടരാണ് ഈ മുന്നേറിയവർ എന്ന് പറയുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനം. അവർ ദൈവത്തിനോട് വളരെ സാമീപ്യം സിദ്ധിച്ച ആളുകളാണ് എന്ന് പറയുന്നു. അവർക്കുള്ള സൗകര്യങ്ങളാണ് ഇനി വിശദീകരിക്കുന്നത്. ഫീ ജന്നാത്തിൻ നഈം സുഖാനുഭൂതികളുടെ സ്വർഗത്തോപ്പുകളിൽ. അതിൽ സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ പൂർവികന്മാരിൽ നിന്ന് കുറേ പേരും പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ച് പേരും. ഇതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും A+ കിട്ടിയ ആളുകളെക്കുറിച്ച് ഖുർആനിൽ ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിന് ഒരു കോമഡി ഉണ്ട്. ഇതിൻ്റെ കോമഡി ഇതിൻ്റെ അവതരണ പശ്ചാത്തലവും വിവരിക്കുന്ന വാഹിദി തഫ്സീറിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ആ കോമഡി എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പൂർവികന്മാരിൽ നിന്ന് കുറേ അധികം ആളുകളും പിന്നീടുള്ളവരിൽ നിന്ന് കുറച്ച് പേരും എന്ന് പറഞ്ഞു. അതെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ മുഫസ്സിറുകൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, തർക്കം നടക്കുകയാണ്. അത് മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നവരും അതിനുശേഷം വരുന്നവരുമാണോ, അതല്ല മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലത്തുള്ളവരും മുഹമ്മദ് നബിക്ക് ശേഷമുള്ളവരും ആണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് പറഞ്ഞുകൊണ്ട് 2 വിഭാഗം ഇതിൽ തർക്കിക്കുന്നുണ്ട്. ഇനി ഏത് തന്നെ ആയാലും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മറിന് ഈ ആയത്തിറങ്ങിയപ്പോൾ ലേശം ചൊടിയുണ്ടായി. ഉമ്മർ വന്നിട്ട് പറഞ്ഞു, ഇത് ഒരു ശരിയായ വർത്താനമല്ല, അത് ശരിയാവില്ല. കാരണം പൂർവീകരെക്കാളൊക്കെ കഷ്ടപ്പെട്ട് താങ്കളിൽ വിശ്വസിച്ച് ഈ കണ്ട പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ട് താങ്കളെ വിശ്വസിച്ച് താങ്കളുടെ കൂടെ വന്ന് ഞങ്ങൾ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് കൂടെ നിൽക്കുമ്പോൾ നമ്മളെ ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിന് മുമ്പുള്ളവരാണ് തോനെ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഒരു ന്യായമുള്ള വർത്താനമല്ലല്ലോ എന്ന് ഉമ്മർ പരാതി പറഞ്ഞു എന്നും ഉമ്മർ കരഞ്ഞു എന്നും ഒക്കെയാണ് വാഹിദി തഫ്സീറിൽ ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ
പിന്നെ ഈ 2 വാക്യവും വെട്ടിത്തിരുത്തി വേറെ 2 വാക്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഇതേ അധ്യായത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. എന്നിട്ട് ഇതാ ഇറങ്ങിക്കണമെന്നും പറഞ്ഞിട്ട് ഉമ്മറിൻ്റെ അടുത്ത് ചെന്നിട്ട് പരാതി ഞാൻ തീർത്തിരിക്കുന്നു എന്ന് മുഹമ്മദ് പറയുന്നതായിട്ടും ഈ വിവരണത്തിലുണ്ട്. അപ്പോൾ പൂർവികരിൽ നിന്ന് കുറേ പേരും നമ്മളെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ പിൽക്കാലത്തുള്ളവരിൽ നിന്ന് കുറച്ച് പേരുമേ സ്വർഗത്തിൽ A+ കിട്ടി പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉമ്മർ കരയുകയും അതിന് ഉമ്മറെ എതിർക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയല്ല, 2 കൂട്ടരിൽ നിന്നും കുറേ പേര് എന്ന രീതിയിലേക്ക് അത് വെട്ടിത്തിരുത്തുന്ന കോമഡി ഇതേ അധ്യായത്തിൽ നമുക്ക് കാണാം. ഇനി ആ സ്വർഗത്തിലുള്ള സൗകര്യങ്ങളാണ്. മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ. ഈ മെടഞ്ഞ കട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കയറുകൊണ്ട് മെടഞ്ഞിട്ടുള്ള കട്ടിലൊക്കെയാണ് അറബികളുടെ ആ ഒരു നാടോടി ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ കയറുകൊണ്ട് മെടഞ്ഞിട്ട് അതിലിങ്ങനെ കിടക്കുക, അതൊക്കെയാണ് വലിയ സുഖമുള്ള ഏർപ്പാടായിട്ട് അതിൽ പറയുന്നത്. എന്നാൽ ആ ഒരു ന്യൂനത പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഇട്ട് നമ്മുടെ ആൾക്കാർ അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തഫ്സീർ എഴുതിയ വ്യാഖ്യാനം എഴുതിയ ആൾക്കാർ അർത്ഥം കൊടുത്തിരിക്കുന്നത് സ്വർണ്ണ നൂല് കൊണ്ട് മെടഞ്ഞ കട്ടിൽ എന്നാണ്. ഈ സ്വർണ്ണ നൂല് കൊണ്ട് മെടഞ്ഞ കട്ടിൽ കിടന്നാൽ ചൊറിയൂല്ലേ? അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? കട്ടിലിനോ അല്ലെങ്കിൽ കിടക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താണ്? അത് സ്വർണ്ണ നൂലാണോ അല്ലെങ്കിൽ കയറുകൊണ്ട് മുടഞ്ഞതാണോ എന്നതൊന്നുമല്ല. അത് കിടക്കാൻ നമുക്ക് കൂടുതൽ കംഫർട്ടായിരിക്കണം. ആ രീതിയിലുള്ള കട്ടിൽ അല്ലെങ്കിൽ കിടക്കയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഓക്കെ. ഇവിടെ മുഹമ്മദിന് അന്ന് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മുന്തിയ ഒരു സൗകര്യം, കിടക്കാനുള്ള ഏറ്റവും മുന്തിയ സൗകര്യമാണ് മെടഞ്ഞുണ്ടാക്കിയ കട്ടിൽ. അതാണ് ഇപ്പോൾ സ്വർഗത്തിൽ മൂപ്പര് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് മുത്തഖീന അലൈഹ മുതഖാബിലീൻ, അവയിൽ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായി. ഈ മെടഞ്ഞ കട്ടിൽ 2 അറ്റത്തായിട്ട് മുഖാമുഖം ചാരിയിരിക്കും 2 ആൾക്കാർ. ആരാണെന്നുള്ളത് ഇനി പറയാൻ പോകുന്നുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും. കോപ്പകളും കൂജകളും മദ്യചഷകവും കൊണ്ട്, അതുമൂലം അവർക്ക് തലവേദനയോ ബോധക്ഷയമോ ബാധിക്കുകയില്ല. അവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും അവർ കൊതിക്കുന്ന തരം പക്ഷിമാംസവും, വഹൂറുൻ ഈൻ, വിശാല നയനങ്ങളുള്ള വെളുത്ത തരുണിമണികളും, ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ. ഇനി ഇവിടെ ഈ സ്വർഗത്തിൽ കിട്ടുന്ന സൗകര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. 16-ാം വാക്യം, അവയിൽ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നതായി. നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും. കോപ്പകളും കൂജകളും മദ്യചഷകവും കൊണ്ട്, അതുമൂലം അവർക്ക് തലവേദനയോ ബോധക്ഷയമോ ബാധിക്കുകയില്ല. അതുമൂലം അവർക്ക് തലവേദനയോ ബോധക്ഷയമോ ബാധിക്കുകയില്ല എന്നാണ് ആദ്യകാലത്തെ തഫ്സീറുകളിൽ, ജലാലൈനി പോലുള്ള തഫ്സീറുകളിൽ കൊടുത്തിട്ടുള്ളത്, ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിലൊക്കെ. എന്നാൽ ഈ ബോധക്ഷയം എന്നുള്ളതിനെ മാറ്റിയിട്ട് മലയാളത്തിൽ ഖുർആൻ പരിഭാഷപ്പെടുത്തിയവരൊക്കെ ലഹരി എന്നാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്വർഗത്തിലെ മദ്യത്തിന് ലഹരി ഉണ്ടാവില്ല എന്ന കോമഡിയാണ് നമ്മുടെ പരിഭാഷകരവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ലഹരിയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ലഹരി ഇല്ലെങ്കിൽ പിന്നെ അതിന് മദ്യം എന്ന് പറയാൻ പറ്റില്ല, അതിന് വല്ല കുലുക്കി സർബത്ത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ ലഹരിയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് ഈ മോശപ്പെട്ട മദ്യം, പട്ടചാരായം പോലെയുള്ള മോശപ്പെട്ട മദ്യം തലവേദനയും ചങ്കിൽക്കുത്തും, പിന്നെ അത് അമിതമായി കുടിച്ചു കഴിഞ്ഞാൽ ബോധക്കേടും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ല മുന്തിയ തരം മദ്യം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ലഹരി ഇല്ലാത്ത മദ്യം എന്നല്ല. ലഹരി എന്നത് പിന്നീട് നമ്മുടെ മലയാളത്തിലൊക്കെ തഫ്സീർ ഉണ്ടാക്കിയ ആളുകൾ, ആധുനിക മുഫസ്സിറുകൾ ഖുർആനിലെ സ്വർഗത്തിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തരികിട നടത്തിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തിയതാണ് എന്ന് ഉറപ്പാണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടത് ബോധക്ഷയം ഉണ്ടാവാത്ത, ചങ്കിൽ കുത്താത്ത, തലവേദന ഇല്ലാത്ത നല്ല മുന്തിയ ഇനം മദ്യം എന്നാണ്. അവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും അവർ കൊതിക്കുന്ന തരം പക്ഷിമാംസവും, വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരണികളും, ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ. അപ്പോൾ ഇതൊക്കെയാണ് സ്വർഗത്തിലെ വിഭവങ്ങളായിട്ട് വിശദീകരിക്കുന്നത്. ഈ വിഭവ വിശദീകരണങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു അല്പം യുക്തിസഹമായിട്ട്, അല്പം മനുഷ്യത്വപരമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് ആരുടെ ഭാവനയിൽ നിന്ന് വന്നതാണ് എന്ന് അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാവും. നീതിമാനായ ഒരു ദൈവം ഒരിക്കലും ഈ മാതിരി തോന്നിവാസങ്ങൾ പറയാൻ ഒരു സാധ്യതയില്ല. എന്താ ഇതിൽ തോന്നിവാസം? ഇതിൽ തോന്നിവാസം ഒന്ന്, നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും എന്നാണ്.
ആരുടെ ഇടയിൽ? സ്വർഗത്തിലെത്തിയ ഈ A+ഉം എയും കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, സ്വർഗവാസികളായിട്ടുള്ള ഈ നന്മ ചെയ്ത ആൾക്കാർ, അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ ബാലവേല ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. കുട്ടികളെ, അതും കാലാകാലം, ഈ കുട്ടികൾ ഇപ്പോൾ പ്രായമാകുന്നില്ല, ഈ കുട്ടികൾ എന്നും കുട്ടികളായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ കുട്ടികൾക്ക് അവിടെ കളിക്കാനും ചിരിക്കാനും രസിക്കാനും സുഖിക്കാനും അല്ല, മറിച്ച് ഈ എത്തിപ്പെട്ടിട്ടുള്ള ആളുകളെ, അതും എങ്ങനെയുള്ള ആളുകളെ? പുരുഷന്മാരായ മദ്യപാനികളായ വ്യഭിചാരികളായ ആളുകളെ സുഖിപ്പിക്കാൻ ആവശ്യമുള്ള മദ്യക്കോപ്പകളുമായിട്ടും അതിൻ്റെ ടച്ചിങ്സുമായിട്ടും അതുപോലെയുള്ള ഈ പെണ്ണുങ്ങളൊക്കെ ആയിട്ടും ഇവർക്ക് പരിചാരക വേല ചെയ്യാൻ വേണ്ടി സ്വർഗത്തിൽ കുറേ കുട്ടികളെ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കുട്ടികളുടെ എണ്ണമൊക്കെ പറയുന്ന ഒരാൾക്ക് 300 വെച്ച് എന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ 100 ആളുണ്ടെങ്കിൽ എത്ര കുട്ടികൾ ഇവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കുക. ആ കുട്ടികളെ മുഴുവൻ ബാലവേലക്ക് ഏർപ്പാടാക്കിയിരിക്കുകയാണ്, പരിചാരക വേലക്ക് സ്വർഗത്തിൽ. അങ്ങനത്തെ ഒരു സ്വർഗത്തിൽ എന്ത് നീതിയാണുള്ളത്? ആ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളെ ബാലവേലയ്ക്ക് ഏർപ്പാട് ചെയ്യുകയും ആ കുട്ടികളെ കൊണ്ട് കള്ളു വിളമ്പിക്കുകയും ആ കുട്ടികളെ കൊണ്ട് ഇതുപോലെയുള്ള ഏർപ്പാടുകൾ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗത്തിൽ എന്ത് നീതിയാണുള്ളത്, എന്ത് മനുഷ്യത്വമാണുള്ളത്, എന്ത് നന്മയാണുള്ളത്? എന്തുകൊണ്ടാണ് ഈ ഖുർആനിലെ സ്വർഗം ഇങ്ങനെ ആയത്? കാരണം മുഹമ്മദ് എന്ന 6-ാം നൂറ്റാണ്ടിലെ ഒരു അറബിയുടെ പുരുഷാധിപത്യപരമായ ചിന്തയുടെ വികലമായ ഒരു ഉൽപ്പന്നമാണ് ഈ സ്വർഗവിവരണം എന്ന കാര്യം വ്യക്തമാണ്. നീതിമാനായ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളെ ഇതേ രീതിയിൽ ചെയ്യോ? ഒരു കൂട്ടരെ സുഖിപ്പിക്കാൻ വേണ്ടി വേറൊരു കൂട്ടരെ വിടുവേലക്കായിട്ട് ഏർപ്പാടാക്കുമോ? അങ്ങനെ കുട്ടികൾ മാത്രമല്ല, വിശാല നയനങ്ങളുള്ള വെളുത്ത തരുണീമണികളായ പെണ്ണുങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വർഗം മുഴുവൻ ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സ്ത്രീലമ്പടന്മാരായ മദ്യപാനികളായ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു 5 സ്റ്റാർ സംവിധാനമാണ് ഇസ്ലാമിൽ, ഖുർആനിൽ പറയുന്ന ഈ സ്വർഗം. ഈ സ്ത്രീകളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്ത്രീകൾ എന്തിനാണ് സ്വർഗത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നത്? ആ സ്ത്രീകൾക്ക് ജീവിതം ആസ്വദിക്കാനല്ല, സ്വതന്ത്രമായി അവർക്ക് സുഖിക്കാനല്ല, മറിച്ച് ഈ പുരുഷന്മാരായ കള്ളുടിയന്മാരായി വന്നിട്ടുള്ള ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും 72 വെച്ച് ഹൂറികളെ അവിടെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ മനുഷ്യരായി കണക്കാക്കിയിട്ടില്ല, കുട്ടികളെ മനുഷ്യരായി കണക്കാക്കിയിട്ടില്ല എന്നതാണ് ഈ സ്വർഗവിവരണത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വഹീനത എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ദൈവം, നീതിമാനായ ഒരു ദൈവം ചെയ്യുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഒരു നീതിയില്ലാത്ത, ഒരു ധാർമ്മിക ബോധവുമില്ലാത്ത, ഒരു അപരിഷ്കൃതനായ നാടോടിയായ ഒരു കാട്ടറബിയായ പുരുഷൻ്റെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ട വികലമായ സങ്കല്പമാണ് ഈ ഖുർആനിലെ സ്വർഗവിവരണം എന്ന കാര്യത്തിൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരു തർക്കവും ഉണ്ടാവാൻ ഇടയില്ല. ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ള വിശാല നേത്രങ്ങളുള്ള വെളുത്ത തരണിമണികൾ എന്നാണ്. ഈ വെളുത്ത തരണിമണികൾ എന്നുള്ള പ്രയോഗം പലയിടത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ കറുത്ത മനുഷ്യരാണ് ഭൂമിയിൽ ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ളത്. ആഫ്രിക്കയിലും നമ്മുടെ ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ വെളുത്ത മനുഷ്യരല്ല. യൂറോപ്പിൽ കുറച്ച് ആൾക്കാരാണ് വെളുത്തവരായിട്ടുള്ളത്, ബാക്കിയുള്ളവരൊക്കെ കറുത്തവരും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ളവരൊക്കെയാണ്. അപ്പോൾ ഇവിടെ വെളുത്തവരാണ് സുന്ദരികൾ എന്ന് പറയുന്നത് ആരുടെ ഭാവനയാണ്? ഈ വെളുത്ത പെണ്ണുങ്ങളിൽ മാത്രം ആകർഷണം തോന്നിയിരുന്ന ഏതോ ഒരു പ്രാകൃത മനുഷ്യൻ്റെ ഭാവനയിൽ ഉയർന്നതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യർ എന്ന് പറയുന്നത് കറുത്തവരും വെളുത്തവരും ചുവന്നവരും പല തരക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാം അവരുടേതായ സൗന്ദര്യബോധമാണുള്ളത്. അവർക്ക് അവരുടേതായ നിറത്തിനോടാണ് കൂടുതൽ ആകർഷണം തോന്നുക. കറുത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെളുത്ത സ്ത്രീകളോടല്ല, കറുത്ത അവരുടെ വംശത്തിൽപ്പെട്ട സ്ത്രീകളോട് തന്നെയാണ് പുരുഷന്മാരാണെങ്കിൽ ആകർഷണം തോന്നുക. ആ സ്ത്രീകൾക്ക് അതേപോലെ അങ്ങനെയുള്ള പുരുഷന്മാരോടാണ് കൂടുതൽ ആകർഷണം തോന്നുക. അതൊക്കെ ജൈവപരമായിട്ടുള്ള മനുഷ്യൻ്റെ സവിശേഷതകളാണ്. ഇതിനെയൊന്നും പരിഗണിക്കാതെ വെളുപ്പിനെ മഹത്വവൽക്കരിക്കുകയും കറുപ്പിനെ അവജ്ഞയോടെ തള്ളുകയും ചെയ്യുന്ന ഈ വർണ്ണവ്യത്യാസവും ഖുർആനിൽ എന്തുകൊണ്ട് വന്നു? ഖുർആനിലെ സ്വർഗത്തിൽ എന്തുകൊണ്ട് വന്നു? നീതിമാനായ ഒരു ദൈവം കറുപ്പിനെയും വെളുപ്പിനെയും ഈ രീതിയിൽ പറയുമോ? പറയാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ വികലമായ ഭാവനയാണ് എന്നതിൻ്റെ നല്ല ഒന്നാന്തരം ദൃഷ്ടാന്തങ്ങളാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള പ്രതിഫലമായിക്കൊണ്ടാണ്
ഈ ഭൂമിയിൽ മനുഷ്യർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മതം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നല്ല കാര്യങ്ങളാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശകലനം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിച്ചവർക്കാണ് ഈ സൗകര്യങ്ങളൊക്കെ, ഈ 5 സ്റ്റാർ സൗകര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നത്. തെറിയോ കുറ്റപ്പെടുത്തലോ അവർ അവിടെ കേൾക്കുകയില്ല. അപ്പോൾ തെറിയും കുറ്റപ്പെടുത്തലും വഴക്കും പൊക്കാണോ ഒക്കെ കേട്ട് ജീവിച്ച മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കേൾക്കാത്ത ഒരു ലോകം നല്ല ലോകമാണ്. അതുകൊണ്ട് അവിടെ തെറിപ്പാട്ടുകളും ചീത്ത വിളിക്കലും ഒന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. സമാധാനം, സലാം സലാം എന്ന് മാത്രമേ അവിടെ കേൾക്കുള്ളൂ എന്ന് പറയും. എല്ലാവരും ഇങ്ങനെ സലാം സലാം എന്ന് മാത്രമേ പറയുള്ളൂ എന്ന്. പക്ഷേ ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള വാക്യങ്ങൾ ഖുർആനിൽ തന്നെ വേറെ ഉണ്ട്. നരകത്തിൽ കിടക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന, പരദൂഷണം പറയുകയും ചെയ്യുന്ന രംഗങ്ങൾ ഈ സ്വർഗത്തിൻ്റെ വിവരണത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ പരലോക വിവരണത്തിൽ തന്നെ ഇതേ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പം നരകത്തിൽ കടന്ന് നരകിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നോക്കി പരിഹസിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളതെങ്കിൽ അവർ സലാം സലാം മാത്രം പറയുന്നവരും പിന്നെ കുശുമ്പ് കുത്താത്തവരും വക്കാണം കൂടാത്തവരും തെറി പറയാത്തവരും ഒന്നും അല്ലല്ലോ. അവർ ഏറ്റവും മോശമായ കാര്യം ചെയ്യുന്നവരാണ്. കാരണം സ്വന്തം സഹജീവികൾ അപ്പുറത്ത് നരകത്തിൽ കിടന്ന് വേവുമ്പോൾ വേദനിക്കുമ്പോൾ അത് നോക്കി കളിയാക്കി ചിരിക്കുകയും അവരോട് ചീത്ത വിളിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് സംസാരിക്കും എന്ന് ഇതേ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ് ഈ പറഞ്ഞത്. വലതുപക്ഷക്കാർ, വീണ്ടും പറയുന്നു അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. എന്താണ് ഈ വലതുപക്ഷക്കാർ? ആ വലതുപക്ഷക്കാർ എന്താണ് എന്ന് പറയുന്നതിന് പകരം വലതുപക്ഷക്കാർക്ക് കിട്ടാൻ പോകുന്ന വിഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മുള്ളില്ലാത്ത ഇലന്തമരം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് A+ കിട്ടിയ ഈ ഏറ്റവും മുൻകടന്നവർ എന്ന് പറയുന്ന 1ാം വിഭാഗക്കാരുടെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത് എന്നാണ് വ്യാഖ്യാനം. ഇനി 2ാം വിഭാഗക്കാരായ വലതുപക്ഷക്കാർ, അതായത് സ്വർഗത്തിൽ പോകാനുള്ള A ഗ്രേഡ് കിട്ടിയ ആൾക്കാർ, ഈ വലതുപക്ഷക്കാർക്ക് എന്താണുള്ളത്? മുള്ളില്ലാത്ത ഇലന്തമരം. ഈ മുള്ളില്ലാത്ത ഇലന്തമരത്തിന് ഒരു സബബുന്നുസൂല് വാഹിദി തഫ്സീറിലുണ്ട്. അത് കോമഡിയാണ്. ഒരിക്കൽ തായിഫിൽ കൂടെ മുഹമ്മദും അനുയായികളും കൂടെ നടന്നു പോകുമ്പോൾ, അത് മക്ക കാലത്താണോ മദീന കാലത്താണോ എന്ന് വ്യക്തമല്ല, തായിഫിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഇലന്തമരം കായ്ച്ചു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സഹാബികളിൽ ആരോ പറഞ്ഞു, ഇങ്ങനത്തെ മരമൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ കൊതി പറഞ്ഞു എന്നാണ്. അത് കേട്ടപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് വാഹിദി തഫ്സീറിലുള്ളത്. അതായത് തായിഫിൽ കണ്ട ഇളന്തമരം സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ചത് തായിഫിലെ ഇളന്തമരം നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കക്കാരിൽ ചിലർ ആവശ്യം പറഞ്ഞപ്പോഴാണ് എന്നാണ് അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്നത്. അപ്പോൾ അറേബ്യയിലുള്ള മരങ്ങൾ തന്നെയാണ് ഖുർആനിലും നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഈ കേരളത്തിലൊക്കെ വന്നിരുന്നെങ്കിൽ, ഇവിടെയൊക്കെ കുറച്ചു കാലം ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുമായിരുന്നു? നല്ല വരിക്കച്ചക്ക ഉണ്ടാവുമായിരുന്നു, നല്ല കിളിച്ചുണ്ടൻ മാമ്പഴം ഉണ്ടാവുമായിരുന്നു, നല്ല മൽഗോവ മാമ്പഴം ഉണ്ടാവുമായിരുന്നു, എന്തെല്ലാം പഴങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതൊന്നും മുഹമ്മദിൻ്റെ സ്വർഗത്തിലില്ല. അറേബ്യയിൽ മുഹമ്മദ് കണ്ടും കേട്ടും പരിചയമുള്ള ഉറുമാമ്പഴം, ഈത്തപ്പഴം, മുന്തിരിങ്ങ, പിന്നെ എലന്തപ്പഴം, ഇതൊക്കെയാണ് സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കാരണം മുഹമ്മദിന് അറിയാത്ത ഒരു പഴം അവിടെ കൊണ്ടേ നടാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരം അവിടെ കൊണ്ടേ നടാൻ മുഹമ്മദിന് കഴിയില്ല. അള്ളാഹുവാണ് ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ ലോകത്തുള്ള എല്ലാ പഴങ്ങളുടെയും മരങ്ങൾ അവിടെ ഉണ്ടാവണം, അതിൻ്റെയൊക്കെ പേര് അവിടെ പറയണം. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കണ്ടോ, ഖുർആനിൽ മുഹമ്മദിന് അറിയാത്ത, ആ കാലത്ത് അറേബ്യയിൽ ഇല്ലാത്ത മരങ്ങളുടെയും ചെടികളുടെയും പഴങ്ങളുടെയൊക്കെ പേര് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഖുർആൻ്റെ അമാനുഷികതയ്ക്ക് തെളിവായിട്ട് അത് കാണിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ മുഹമ്മദിന് കണ്ടും കേട്ടും പരിചയമില്ലാത്ത ഒരു സാധനവും മുഹമ്മദ് സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടില്ല എന്നാണ് ഈ ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. മുള്ളില്ലാത്ത ഇലന്തമരം കഴിഞ്ഞാൽ പിന്നെ അടുക്കടുക്കായി കുലകളുള്ള വാഴ മുഹമ്മദ് നടന്നു പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്ന ആ ഭൂപ്രദേശങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ വാഴക്കൃഷി ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ വാഴപ്പഴം മുഹമ്മദ് കണ്ടിട്ടുണ്ട്, മുഹമ്മദ് തിന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുക്കടുക്കായ കുലകളുള്ള വാഴ സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ചു. വിശാലമായ തണൽ, ഇതാണ് സ്വർഗത്തിലെ ഒരു വലിയ വിഭവം, തണൽ. കാരണം മുഹമ്മദും കൂട്ടരും മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരം കാണാൻ, ഒരിച്ചിരി തണൽ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നു പലപ്പോഴും. അങ്ങനെയുള്ള
അറബികളോട് വിശാലമായ എത്ര 70 കൊല്ലം നടന്നാലും തീരാത്ത അത്ര തണലുള്ള മരങ്ങൾ സ്വർഗത്തിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല ആകർഷകമായ വിഭവമാണ് മരുഭൂമിയിൽ ജീവിച്ചിരുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കേരളത്തിൽ ഈ പെരപ്പുറത്ത് കൂടെ മരം വീണിട്ട് കഷ്ടപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തണലൊക്കെ ഒരു വിഭവമായിട്ട് നമുക്ക് അനുഭവപ്പെടും. സദാ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം, ഈ 42 പുഴകൾ ഒഴുകുന്ന കേരളത്തിലെ നമ്മളോട് സദാ ഒഴുക്കപ്പെടുന്ന വെള്ളം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 5-6 മാസം ഈ പുഴയിലെ വെള്ളപ്പൊക്കം പേടിച്ചിട്ടാണ് നമ്മളിവിടെ കഴിയുന്നത്. ധാരാളം പഴവർഗ്ഗങ്ങൾ, നിലച്ചു പോവാത്തതും തടസ്സപ്പെട്ടു പോവാത്തതുമായ ഉയർന്ന വിരിപ്പുകളും, ഫുറൂഷിം മർഫൂഅ, ഉയർന്ന വിരിപ്പുകൾ, കട്ടിയുള്ള വിരിപ്പുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ മുഹമ്മദിന് സങ്കല്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗകര്യമാണ് കയറ് മടഞ്ഞ കട്ടിലും അതിൻ്റെ മുകളിൽ ലേശം കട്ടിയുള്ള ഒരു വിരിപ്പും. അതാണ് സ്വർഗത്തിലവിടെ കൊണ്ടുപോയി വിരിച്ചിട്ടിരിക്കുന്നത്. തീർച്ചയായും അവരെ നാം പ്രത്യേകമായി സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. ആരെ? വിരിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് നേരെ സൃഷ്ടിച്ചുണ്ടാക്കിയ പെണ്ണുങ്ങളുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നും പരസ്പരം യാതൊരു ഗ്രമാറ്റിക്കലായിട്ടുള്ള ബന്ധവുമില്ല, ഭാഷാപരമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. ഉയർന്ന വിരിപ്പുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തീർച്ചയായും അവരെ നാം പ്രത്യേകമായി സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. വിരിപ്പുകളെ അല്ല, അത് ഇനി പെണ്ണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവരെ നാം കന്യകമാരാക്കിയിരിക്കുന്നു. ആരെ? സ്വർഗത്തിലെ ഹൂറികളെയാണ് പറയുന്നത്. പക്ഷേ വിരിപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. പ്രണയപരവശരും സമപ്രായക്കാരുമായ ഉറുബൻ അത്രാബ എന്നാണ് ഇതിന് നൽകിയിട്ടുള്ള അർത്ഥം. പ്രേമപരവശരും സമപ്രായക്കാരുമായ എന്നാണ്. ഈ സമപ്രായക്കാർ എന്നുള്ളതൊരു കോമഡിയാണ്. കാരണം ഓരോരുത്തരും മരിച്ചു പോകുമ്പോഴുള്ള പ്രായത്തിലാണ് അവിടെ പുനർജനിക്കുക എങ്കിൽ 90 വയസ്സായി മരിച്ച ഒരാൾക്ക് 90 വയസ്സായ ഒരു ഹൂറിനെയാണ് അവിടെ കിട്ടുക. അപ്പോൾ ഈ പ്രശ്നവും വ്യാഖ്യാതാക്കൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അത് പ്രവാചകൻ തന്നെ പറഞ്ഞ് വിശദീകരിച്ചതാവാനാണ് സാധ്യത. പറയുന്നത് അവിടെ ജനിക്കുമ്പോൾ എല്ലാവർക്കും 33 വയസ്സാണെന്ന്. അപ്പോൾ 33 വയസ്സുള്ള ആണുങ്ങളും 33 വയസ്സുള്ള ഹൂറികളുമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. വലതുപക്ഷക്കാർക്ക് വേണ്ടി അത്രേ അത്. ഇതൊക്കെ വലതുപക്ഷക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പൂർവികന്മാരിൽ നിന്ന് കുറേ പേരും പിൻഗാമികളിൽ നിന്ന് കുറേ പേരും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യത്തിൻ്റെ കോമഡി വരുന്നത്. നേരത്തെ പറഞ്ഞത് പൂർവികന്മാരിൽ നിന്ന് കുറേ പേരും പിൻഗാമികളിൽ നിന്ന് കുറച്ച് പേരും എന്നാണ്. എന്നാൽ ഇവിടെ പറയുന്നത് പൂർവികന്മാരിൽ നിന്ന് കുറേ പേരും പിൻഗാമികളിൽ നിന്ന് കുറേ പേരും എന്നാണ്. ഇവിടെ 2 കൂട്ടരും കുറേ പേര് എന്നുള്ള വിശേഷണമാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരായത്ത് ഇറങ്ങാനുള്ള കാരണമാണ് വാഹിദി തഫ്സീറിൽ വിവരിച്ചത്. ആദ്യം പറഞ്ഞത് കേട്ടപ്പോൾ ഉമ്മർ കരഞ്ഞു. ഉമ്മർ അതിൽ പരാതി പറഞ്ഞു. അങ്ങനെ പൂർവികന്മാർ കുറേ പേരും നമ്മൾ കുറച്ചാളും എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇതിൽ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഉമ്മർ പയ്യാരം പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി ഉമ്മറിനെ വിളിച്ചു ചേർത്തിയിട്ട് പറഞ്ഞു, ഇതാ ഉമ്മറെ, ഇങ്ങനെ തന്നെ പറഞ്ഞു, ഉമ്മറെ നീ പറഞ്ഞതനുസരിച്ച് നിൻ്റെ ആവശ്യം അനുസരിച്ച് ഇതാ ഇറങ്ങിയിരിക്കുന്നു ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2 ആയത്തുകൾ ഉമ്മറിന് നബി ഓതി കേൾപ്പിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ വലതുപക്ഷക്കാരുടെ കാര്യവും പിന്നെ മുന്തിയ കൂട്ടരുടെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ഇടതുപക്ഷക്കാർ. എന്താണ് ഇടതുപക്ഷക്കാർ? വാസ്ഹാബു ഷിമാൽ മാ അസ്ഹാബു ഷിമാൽ എന്ന് പറഞ്ഞ് ഇടതുപക്ഷക്കാർ. എന്താണ് ഇടതുപക്ഷക്കാർ? ഇനി അവർക്കുള്ള സൗകര്യങ്ങളാണ് പറയുന്നത്. തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റ്, ചുട്ടു തിളക്കുന്ന വെള്ളം, ഈ ഇടതുപക്ഷക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കരിമ്പുകയുടെ തണൽ, തണുപ്പുള്ളതോ സുഖദായകമോ അല്ലാത്ത ഈ തണൽ തണുപ്പും ഉണ്ടാവില്ല സുഖവും ഉണ്ടാവില്ല. കരിമ്പുകയുടെ തണലാണ്. തീർച്ചയായും അവർ അതിനു മുമ്പ് സുഖലോലുപന്മാരായിരുന്നു. ഇവർക്ക് ഈ കരിമ്പുകയുടെ തണലും തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റും പിന്നെ ചുട്ടു തിളക്കുന്ന വെള്ളമൊക്കെ കൊടുക്കാൻ കാരണം അവർ അതിനു മുമ്പ് സുഖലോലുപരായി കഴിഞ്ഞിരുന്നത് കൊണ്ടാണ്. അവർ ഗുരുതരമായ പാപത്തിൽ ശഠിച്ചു നിൽക്കുന്നവരുമായിരുന്നു. അവർ ഇപ്രകാരം പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ മരിച്ചിട്ട് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളുകൾ, സുഖലോലുപന്മാരായി കഴിഞ്ഞിരുന്ന ആളുകൾ. ഈ പറയുന്നതൊക്കെ മക്കയിലുള്ള പ്രമാണിമാരെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള കുത്തിപ്പറച്ചിലാണ്. കാരണം മക്കയിലെ പ്രമാണിമാർ അവിടെ സുഖലോലുപന്മാരായി കഴിഞ്ഞിരുന്നു.
അവർ മുഹമ്മദിൻ്റെ ഈ വാദങ്ങളെയൊക്കെ കളിയാക്കിയിരുന്നു. അവരിങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു, ഓ കുഞ്ഞിപ്പം മരിച്ച് എല്ലായി പോയതിന് ശേഷമാണോ അപ്പോൾ അതൊക്കെ ഞങ്ങളൊക്കെ വീണ്ടും ജനിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിനെ കളിയാക്കിയിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടാൻ പോകുന്ന വിഭവങ്ങൾ മുഹമ്മദ് ഇവിടെ വിവരിക്കുന്നത്. ഭീഷണിയാണ് ഈ വിഭവ വിവരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. മരിച്ച് എല്ലും കോലുമായി അല്ലെങ്കിൽ മരിച്ച് മണ്ണായി പോയ ഞങ്ങളൊക്കെ പിന്നെയും പുനർജീവിക്കാൻ പോവുമല്ലേ, അതുപോലെ ഞങ്ങളുടെ പൂർവികരായ പിതാക്കളും, 48-ാം വാക്യം, ഞങ്ങളുടെ പൂർവികരായ പിതാക്കളും, നീ പറയുക തീർച്ചയായും പൂർവികരും പിൽക്കാലക്കാരും എല്ലാം ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ ഒരു അവധിക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. എന്നിട്ട് ഹേ നിഷേധികളായ ദുർമാർഗികളെ, തീർച്ചയായും നിങ്ങൾ ഒരു വൃക്ഷത്തിൽ നിന്ന്, അതായത് സക്കൂമിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. അങ്ങനെ അതിൽ നിന്ന് വയറുകൾ നിറക്കുന്നവരും അതിൻ്റെ മീതെ തിളച്ചു പൊള്ളുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവരുമാകുന്നു. അങ്ങനെ രോഗം ബാധിച്ച ഒട്ടകം കുടിക്കുന്നത് പോലെ കുടിക്കുന്നവരാകുന്നു. ഇതായിരിക്കും പ്രതിഫല നാളിൽ അവർക്കുള്ള സൽക്കാരം. അപ്പോൾ ഈ ഇടതുപക്ഷക്കാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സൽക്കാരമാണ് ഈ പറഞ്ഞത്. അവർക്ക് തിന്നാൻ സൊക്കൂം എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ കായാണ് കൊടുക്കുക എന്നുള്ളത്. ഈ സൊക്കൂം എന്ന് പറയുന്ന മരം അറേബ്യയിൽ ഈ മരുഭൂമിയിൽ കാണപ്പെട്ടിരുന്ന ഒരു വിഷക്കായുള്ള, ഒരു മുള്ളൻകായുള്ള ഒരു മരമാണെന്ന് പറയുന്നത്. അതിൻ്റെ കായ തിന്നാൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വിഷക്കായ ഉള്ള ഒരു അറേബ്യയിലെ മരത്തിൻ്റെ പേരാണ് സക്കൂം. അതാണ് നരകത്തിൽ കൊണ്ടുപോയിട്ട് മുഹമ്മദ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ, അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ കുറേ കൂടെ വിശദമായിട്ട് ഇനിയും പല അധ്യായങ്ങളിലും വരുന്നുണ്ട്. ചോരയും ചലയും ഒക്കെ ജ്യൂസ് അടിച്ചിട്ട് അത് കൊടുക്കുന്നു. തിളച്ച് പൊള്ളുന്ന ഇതുപോലെയുള്ള മാലിന്യജലം ആണ് കുടിക്കാൻ കൊടുക്കുക എന്നും അങ്ങനെയൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ പലയിടത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇവരെ ഈ ഇടതുപക്ഷക്കാരെ നരകത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഈ കഥ. അടുത്തത് 57-ാമത്തെ വാക്യം. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ നിങ്ങളെന്താണ് സത്യമായി അംഗീകരിക്കാത്തത്? ഇനി പതിവ് പോലെ പയ്യരം പറയാണ്, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകളെക്കുറിച്ച് പയ്യരം പറയാണ്. അപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ശുക്ലം വിട്ടുള്ള കളിയില്ല. കാരണം അള്ളാഹുവിനും റസൂലിനും താല്പര്യമുള്ളൊരു പ്രധാന വിഷയമാണത്. അതെപ്പോഴും അതിനെക്കുറിച്ചാണ് ചോദിക്കുക, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ പോരിശ പറയാനൊക്കെ ഈ ശുക്ലവും ശുക്ലത്തുള്ളിയും കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് ഖുർആനിൽ എല്ലായിടത്തും കാണാം. അപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് സൃഷ്ടിച്ചുണ്ടാക്കുന്നത്, അതല്ല നാമാണോ സൃഷ്ടികർത്താവ്? അപ്പോൾ ഇനി ദൃഷ്ടാന്തം പറച്ചിലും പയ്യരം പറച്ചിലും കൂടെ ഒരുമിച്ചാണ് ഇനി പോകുന്നത്. അതിലെ ദൃഷ്ടാന്തമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതാണിത്. ശുക്ലം ശ്രവിപ്പിക്കുന്നത് നിങ്ങളാണെങ്കിലും അത് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതൊക്കെ ഞാനാണ് സൃഷ്ടിക്കുന്നുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ശുക്ലം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ശുക്ലഗ്രന്ഥിയിലും ഓരോരുത്തരുടെയും വൃഷണഗ്രന്ഥിയിലും ഒക്കെ അള്ളാഹു കയറി കുത്തിർന്നിട്ടാണ് ഈ ശുക്ലവും ബീജവും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. എന്നാൽ ഇന്ന് ബയോളജി പഠിക്കുന്ന നമുക്കറിയാം ഇതൊക്കെ അതാത് അവയവങ്ങളിൽ തനിയെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഒന്നും കയറിയിരുന്നിട്ട് ശുക്ല ഉണ്ടാക്കാൻ ഒരു അള്ളാഹു ഒന്നും ആവശ്യമില്ല, ഒരു മലക്കൊന്നും അവിടെ കയറിയിരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവിടെയൊന്നും അള്ളാഹുവിനെ ഇന്ന് കുടിയിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം ദൃഷ്ടാന്തം പറച്ചിലുകളൊക്കെ ഇന്ന് വിശ്വാസികളും മതപ്രചാരകരും മാറ്റിവെച്ചിരിക്കുകയാണ്. ഖുർആനിൽ പറയുന്ന ഒരു ദൃഷ്ടാന്തവും ഇന്ന് ഇസ്ലാം മത പ്രചാരകരെടുത്ത് വീശാറില്ല. കാരണം അതൊക്കെ അങ്ങേയറ്റം ബാലിശവും പരിഹാസ്യവുമാണ് എന്നവർക്ക് അറിയാം. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ അള്ളാഹുവിനെ പിടിച്ചു പറിച്ച് കഴുകിയെന്നാക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടേ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ ഖുർആനിൽ പറയുന്നത് ശുക്ലം ഉണ്ടാക്കുന്നിടത്ത് അള്ളാഹു, മഴ പെയ്യുന്നിടത്ത് അള്ളാഹു, ഇങ്ങനെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിൻ്റെ ഉള്ളിലും അള്ളാഹു എന്നാണ് ഖുർആനിൽ പറയുന്നതെങ്കിൽ ഇന്നത്തെ മതപ്രചാരകർ അവിടെ നിന്നൊക്കെ അള്ളാഹുവിനെ പെറുക്കിയെടുത്ത് കുളിപ്പിച്ച് വെളുപ്പിച്ച് നന്നാക്കിയിട്ട് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ ദൃഷ്ടാന്തം, ഖുർആൻ പറയുന്ന ദൃഷ്ടാന്തമൊന്നും ഇന്ന് എടുക്കാറേ ഇല്ല. വിശ്വാസികൾ തന്നെ എടുക്കാറില്ല. കാരണം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ പരിഹസിക്കും എന്നതുകൊണ്ട് അതിനെല്ലാം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളാണോ അത് സൃഷ്ടിച്ചുണ്ടാക്കുന്നത്, അതല്ല നാമാണോ സൃഷ്ടികർത്താവ്? നാം നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയിരിക്കുന്നു, നാം ഒരിക്കലും തോൽപ്പിക്കപ്പെടുന്നവനല്ല.
പകരം നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ടുവരികയും നിങ്ങൾക്കറിവില്ലാത്ത വിധത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ആദ്യ തവണ സൃഷ്ടിക്കപ്പെട്ടതിനെപ്പറ്റി തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ച് നോക്കുന്നില്ല? എന്നാൽ നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മുളപ്പിച്ച് വളർത്തുന്നത്, അതല്ല നാം ആണോ അത് മുളപ്പിച്ച് വളർത്തുന്നവൻ? ഇവിടെ വിത്ത് മുളക്കുന്നിടത്തും അള്ളാഹു ഓരോ വിത്തിൻ്റെ ഉള്ളിലും കയറിയിരുന്നിട്ട് മുളപ്പിക്കുകയാണ് ഖുർആനിൽ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം തുരുമ്പാക്കി തീർക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിശയപ്പെട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു, തീർച്ചയായും ഞങ്ങൾ കടബാധിതർ തന്നെയാകുന്നു, അല്ല ഞങ്ങൾ തടയപ്പെട്ടവരാകുന്നു എന്ന്. ഇവിടെ തടയപ്പെട്ടവരാകുന്നു എന്നതിന് ബ്രാക്കറ്റിൽ ഉപജീവന മാർഗം എന്ന് കൊടുത്തിട്ടുണ്ട്, അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്, അല്ല നാം ആണോ ഇറക്കിയവൻ? അപ്പം മഴക്കാരൻ്റെ ഉള്ളിലും അള്ളാഹു കയറി കുത്തിരിക്കുകയാണ് മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ്? അപ്പം മഴവെള്ളത്തിന് ഉപ്പില്ലാത്തത് അള്ളാഹു അവിടെ ഇരുന്നിട്ട് ഉപ്പിനെയൊക്കെ അരിച്ചു മാറ്റിയിട്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഉപ്പുവെള്ളം മഴവെള്ളമായി മാറുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇന്ന് ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്കറിയാം. അതൊന്നും അള്ളാഹുവിനും നബിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലായിടത്തും അള്ളാഹുവിനെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ്? ഇതിനൊക്കെ നന്ദി കാണിക്കണമെന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. നിങ്ങൾ ഉരസിക്കത്തിക്കുന്നതായ തീയിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് വായിച്ചാൽ നമ്മൾ വിചാരിക്കും തീപ്പെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, തീപ്പെട്ടി അല്ല പറയുന്നത്. കാരണം അന്ന് തീപ്പെട്ടിയില്ല. പിന്നെന്താണ്, മരക്കഷ്ണങ്ങൾ വരച്ചിട്ടാണ് അന്ന് തീ ഉണ്ടാക്കിയിരുന്നത്. ആ മരത്തിൻ്റെ പോലീശയാണ് ദൃഷ്ടാന്തമായിട്ട് ഇന്ന് പറയുന്നത്. ആരോടാ പറയുന്നത്? ഇന്ന് തീപ്പെട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ആവശ്യമുള്ളപ്പോൾ ബർണർ കത്തിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എപ്പോഴും എവിടെയും എല്ലാവർക്കും തീ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാലത്ത് ജീവിക്കുന്ന നമ്മളോടാണ് പറയുന്നത്, മരം ഉരച്ചിട്ട് തീ ഉണ്ടാക്കാൻ ഇങ്ങക്ക് മരം സൗകര്യപ്പെടുത്തി തന്നത് ആരാണ്? ഞാനാണ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഉരസി കത്തിക്കുന്നതായ തീയിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിൻ്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത്, അതല്ല നാം ആണോ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ? നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിരിക്കുന്നു. ദരിദ്രരായ സഞ്ചാരികൾക്ക് ഒരു ജീവിത സൗകര്യവും. ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു പോയ ദൃഷ്ടാന്തങ്ങളാണ്. ആകയാൽ നിൻ്റെ മഹാനായ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക. നീ ഒരക്കാൻ മരം ഉണ്ടാക്കി തന്നുകൊണ്ട് നന്ദി കാണിക്കുകയും പ്രകീർത്തിക്കുകയും വേണം എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അല്ല, നക്ഷത്രങ്ങളുടെ അസ്തമന സ്ഥാനങ്ങളെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, തീർച്ചയായും നിങ്ങൾക്കറിയാമെങ്കിൽ അതൊരു വമ്പിച്ച സത്യം തന്നെയാണ്. തീർച്ചയായും ഇത് ആദരണീയമായ ഒരു ഖുർആൻ തന്നെയാകുന്നു. ഇവിടെ നക്ഷത്രങ്ങളുടെ അസ്തമയസ്ഥാനം പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുകയാണ് അള്ളാഹു. ഈ സത്യം ചെയ്യൽ അള്ളാഹുവിൻ്റെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. എന്തെങ്കിലുമൊക്കെ സാധനം പൊക്കി പിടിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യും. സത്യം ചെയ്തിട്ട് എന്താണ് പറയുന്നത്? എന്താണ്? തീർച്ചയായും ഇത് ആദരണീയമായ ഒരു ഖുർആൻ തന്നെയാകുന്നു. ഈ ഖുർആൻ ആദരണീയമായ ഒന്നാണ് എന്ന് മൂപ്പരനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു രേഖയിലാകുന്നു അത്. ഇത് അള്ളാഹുവിൻ്റെ കസേരക്ക് താഴെ ആകാശത്തിൻ്റെ മുകളിൽ ലൗഹ് മഹ്ഫൂദ് എന്ന് പറയുന്ന വേറൊരു വലിയ കിതാബുണ്ടെന്നും അവിടെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അവിടെ ചെയ്ത്താനൊന്നും കയറി ചെല്ലൂല, പിശാചിന് കടന്നു ചെല്ലാൻ പറ്റില്ല, വേറെ ആർക്കും കാണാനും തൊടാനും പറ്റില്ല, അത്രയും ഭദ്രമാക്കിയിട്ടൊക്കെയാണ് അത് വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് അവകാശവാദം. പക്ഷേ ഇതേ ഖുർആനിൽ തന്നെ ആ ഖുർആൻ അവിടുന്ന് കേട്ട് ജിബ്രീൽ കൊണ്ടുവന്നിട്ട് പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരുടെ കാലത്തും ഇബ്ലീസ് വന്നിട്ട് അതിനകത്തൊക്കെ മായം കലർത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭദ്രമായി അവിടെ സൂക്ഷിച്ച സാധനം മനുഷ്യന്മാരുടെ അടുത്ത് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി കൊടുത്തയച്ചപ്പോഴേക്ക് ഇബ്ലീസ് അതിലൊക്കെ വന്നിട്ട് മായം കലർത്തി എന്നും ഇതേ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊരു ഭദ്രതയാണ് ഖുർആൻ്റെ സംരക്ഷണത്തിന് ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്ന് മറ്റൊരു കോമഡിയാണ്. പരിശുദ്ധി നൽകപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുകയില്ല. ഇവിടെ 2 അഭിപ്രായങ്ങളാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഒന്ന്, ഇന്നത്തെ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് പരിശുദ്ധിയില്ലാത്തവരും അവിശ്വാസികളും തൊടാൻ പാടില്ല എന്നാണ്. അത് ഉദു ഉണ്ടാക്കിയിട്ടോ കുളിച്ചിട്ടോ ശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രം തൊടാൻ പാടുള്ളൂ ഈ ഖുർആൻ എന്ന പുസ്തകം എന്നാണ് ഒരുപാട് മുഫസ്സിറുകൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്.
എന്നാൽ അതത്ര ശരിയല്ല, അതൊരു വിഗ്രഹാരാധനയാണല്ലോ എന്നൊക്കെ തോന്നിപ്പോയ ആധുനിക പണ്ഡിതന്മാർ ചിലർ വ്യാഖ്യാനിച്ച് പറയുന്നത് അത് ഈ കിതാബിനെ കുറിച്ച്, നമ്മളെ ഖുർആനെ കുറിച്ച് അല്ല പറഞ്ഞത്, അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഭദ്രമായി സൂക്ഷിച്ച ലൗഹുൽ മഹ്ഫൂദിൻ്റെ കാര്യമാണ് എന്നാണ്. അവിടെ ഇപ്പോൾ ശുദ്ധിയില്ലാതെ തൊടാനൊന്നും ആരും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ അള്ളാഹുവിന് മാത്രമേ അത് തൊടാൻ കിട്ടുള്ളൂ എങ്കിൽ പിന്നെ ഈ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത് എന്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ടൊക്കെ ഈ ഖുർആൻ എഴുതിയ മുസാഫ് ഒരു കവറിലൊക്കെ ആക്കി കെട്ടിയിട്ടാണ് വളരെ ഭദ്രമായിട്ടാണ് വീടുകളിലൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഉളു എടുത്ത് ശുദ്ധിയാവാതെ അയിമത്ത് കുട്ടികളൊന്നും തൊടാൻ സംഭവിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഈ മുസാഫ് തൊടാൻ ഒരിക്കലും സമ്മതിച്ചുകൂടാ എന്ന് ശാഠ്യം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ആളുകൾ വെച്ച് പുലർത്തിയിരുന്നതായിട്ട് അനുഭവമുണ്ട്. അപ്പോൾ ഖുർആൻ മറ്റുള്ളവർ തൊടാൻ പാടില്ല, ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരടിസ്ഥാനം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഈ വാക്യമാണ്. ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത്. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്ത് സാക്ഷി പറയുകയാണ്. എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ ഇത് പറയുന്നത്? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു ഗ്രന്ഥത്തിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഗ്രന്ഥം ഞാൻ എഴുതിയതാണ്, ഞാൻ കൊടുത്തയച്ചതാണ് എന്നിങ്ങനെ ഇതിൻ്റെ ഗ്രന്ഥകർത്താവിന് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പരിഹാസ്യത, അതിലും വലിയൊരു ഗതികേട് വേറെ എന്താണുള്ളത്? ലോകത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥകർത്താവിന് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗ്രന്ഥത്തിൽ തുടക്കം മുതൽ അവർക്കം വരെ ഗ്രന്ഥം ഞാൻ എഴുതിയത് തന്നെയാണ്, ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇത് ഞാൻ കൊടുത്തയച്ചത് തന്നെയാണ്, ഇങ്ങനെ ചർവിതചർവണമായിട്ട് ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ വർത്തമാനത്തിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ പുറംപൂച്ച് കാണിക്കുന്നത്? സത്യത്തെ നിഷേധിക്കുക എന്നത് നിങ്ങൾ നിങ്ങളുടെ വിഹിതമാക്കുകയാണോ? എന്നാൽ അത് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അന്നേരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ? ഇതൊക്കെ ബ്രാക്കറ്റിലിട്ടിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാവാത്തത് എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണതയിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്നേരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ, പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവീക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് അത് ജീവൻ മടക്കി കൊടുക്കാനാവുന്നില്ല? നിങ്ങൾ സത്യവാദികളാണെങ്കിൽ, അപ്പോൾ അവൻ സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനാണെങ്കിൽ ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനവും സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പും ഉണ്ടായിരിക്കും. എന്നാൽ അവൻ വലതുപക്ഷക്കാരിൽപ്പെട്ടവനാണെങ്കിലോ വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനമെന്നായിരിക്കും അവന് ലഭിക്കുന്ന അഭിവാദ്യം. ഇനി അവൻ ദുർമാർഗികളായ സത്യനിഷേധികളിൽപ്പെട്ടവനാണെങ്കിലോ ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരവും നരകത്തിൽ വെച്ചുള്ള ചുട്ടരിക്കലുമാണ് അവനുള്ളത്. തീർച്ചയായും ഇതുതന്നെയാണ് ഉറപ്പുള്ള യാഥാർത്ഥ്യം. ആകയാൽ നീ നിന്റെ മഹാനായ രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തിക്കുക. ഇങ്ങനെയാണ് ഈ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞിരുന്ന അതേ പായ്യാരം പറച്ചിലും ചീത്ത പറച്ചിലും തന്നെയാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് വരുന്നത്. മക്കയിലുള്ള ഏതൊക്കെയോ ഖുറൈശി പ്രമാണിമാരെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർ മുഹമ്മദിനോട് പറഞ്ഞതും മുഹമ്മദിനെ കളിയാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ, അവർ നിഷേധിച്ചതുമായ കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മറുപടി പറയുകയും അവരെല്ലാം പിന്നെ നരകത്തിൽ കൊണ്ടിട്ട് കരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കൂടെ കൂടിയവർക്ക് സ്വർഗത്തിൽ ഈ പറയുന്ന സുഖസൗകര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് അവസാനം ആവശ്യപ്പെടുന്നത് നിങ്ങളെല്ലാവരും എന്നെ പ്രകീർത്തിക്കുവിൻ, എന്നെ പുകഴ്ത്തുവിൻ, എന്നോട് നന്ദി കാണിക്കുവിൻ എന്ന് സ്വയം ഇങ്ങനെ ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്നതല്ല ഈ വർത്തമാനങ്ങളൊന്നും. ഇതെല്ലാം മുഹമ്മദ് മക്കയിലെ അറബികളായിട്ടുള്ള മുഹമ്മദിൻ്റെ എതിരാളികളോട് മുഹമ്മദിൻ്റെ മനസ്സിലെ കലിപ്പ് തീർക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മനുഷ്യൻ്റെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അല്പം ചരിത്രബോധത്തോടു കൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി വായിക്കുകയാണെങ്കിൽ ഇതിനകത്തൊന്നും ഒരു അമാനുഷികതയുടെ തരിമ്പ് പോലുമില്ല, ഒരു ദൈവികതയുമില്ല. ഇതൊന്നും ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്നതുമല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ വാക്യങ്ങളാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണ് എന്നാണ് ഈ ഖുർആനിലെ ഓരോ അധ്യായം വായിക്കുമ്പോഴും എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും അതുതന്നെയാണ് ബോധ്യപ്പെടുക. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.